ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ജർമ്മൻ മാനുഫാക്ചർ ആയിട്ടുള്ള വോക്സ്വാഗൻ്റെ ഒരു ഹാച്ച് ബാക്ക് മോഡലാണ് പോളോ. അതിൽ വോക്സ്വാഗൻ പോളോ GT-TSI 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഒരു തീ സാധനമാണ്. GT-TSI എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ടെർബോ സ്ട്രാറ്റിഫൈഡ് ഇഞ്ചക്ഷൻ സിസ്റ്റമുള്ള ഒരു വാഹനമാണ്. വോക്സ്വാഗൻ പോളോയുടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച മോഡലാണ് പോളോ GT-TSI എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ലക്ഷറി അല്ലെങ്കിൽ ഹൈ പെർഫോമൻസ് വെഹിക്കിളാണിത്. ഇറ്റ് ഈസ് സ്പെഷ്യലി ഡിസൈൻ ഫോർ ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവിംഗ്. നല്ല പെർഫോമൻസ് ഉള്ള നല്ല പിക്കപ്പുള്ള ഒരു അടിപൊളി എഞ്ചിനിലാണ് ഈ ഒരു GT-TSI എന്ന് പറയുന്ന വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. വോക്സ്വാഗൻ വാഹനങ്ങളെ കുറിച്ച് നമുക്കറിയാം, ജർമ്മൻ ടെക്നോളജിയാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി, പെർഫോമൻസ് വൈസിലായാലും ലക്ഷറി വൈസിലായാലും അടിപൊളി വെഹിക്കിളാണ് വോക്സ്വാഗൻ്റെ പോളോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഫീച്ചേഴ്സായിട്ട് വരുന്നത് ഈ GT-TSIയിൽ നമുക്ക് ആക്സിലറേഷൻ, ക്വിക്ക് ആൻഡ് പവർഫുൾ ആക്സിലറേഷനാണ് ഈ GT-TSI എന്ന് പറയുന്ന മോഡൽ 1.2 ലിറ്റർ വരുന്നത്. അതേപോലെ തന്നെ അതിൽ നമുക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. സ്പോർട്സ് മോഡ്, മോഡ് എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ട്. അത് നമുക്ക് അഗ്രസീവായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി പവർ ഡെലിവറി ഉള്ളൊരു മോഡാണ് മോഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ട്രാൻസ്മിഷൻ വരുന്നത് അവൈലബിൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലാണ് ഈ ഒരു വാഹനം വരുന്നത്. അതേപോലെ തന്നെ ഇതിനു മുന്നേ GT-TSIയുടെ മുന്നേ ആയിട്ട് ഡിസ്കണ്ടിന്യൂ ആയ പ്രീവിയസ് മോഡലാണ് ഒന്ന് പോളോ GT 1.5 ലിറ്റർ TDI എഞ്ചിൻ. അത് നമുക്ക് 1498 cc ഡീസൽ എഞ്ചിനാണ്. അത് നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ ആയിരുന്നു. അതേപോലെ തന്നെ പോളോ 1 ലിറ്ററിൻ്റെ TSI ഹൈലൈൻ പ്ലസ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള 999 cc പെട്രോൾ എഞ്ചിൻ, അതിൽ നമുക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട്. അതേപോലെ തന്നെ പോളോ GT 1 ലിറ്റർ TSI മാറ്റ് എഡിഷൻ എന്ന് പറയുന്നത്, അതിൽ നമുക്ക് 999 cc, അതായത് 1 ലിറ്റർ എഞ്ചിനാണ്, പെട്രോൾ എഞ്ചിനാണ്. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു TSIയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ DSG ഗിയർ ബോക്സ് ആണ്. മോസ്റ്റ് ഫൺ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള ഒരു ഗിയർ ബോക്സ് ആണ് DSG. അതേപോലെ തന്നെ ഡയറക്റ്റ് ഷിഫ്റ്റ് ഗിയർ ബോക്സ് ആണ്. ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനുള്ള ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ഇതിൽ വരുന്നത്. അതേപോലെ തന്നെ 7 സ്പീഡാണ് ഈ ഒരു ഗിയർ ബോക്സിൻ്റെ ട്രാൻസ്മിഷൻ വരുന്നത്. ആക്ച്വലി ഇന്ത്യയിൽ ഹാച്ച് ബാക്കിൽ പോളോ GT-TSI ആണ് ഈ ഒരു DSG ഗിയർ ബോക്സുള്ള 7 സ്പീഡ് DSG ഗിയർ ബോക്സുള്ള ഒരു സിസ്റ്റം ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്വിക്ക് ആൻഡ് സ്മൂത്ത് ഗിയർ ഷിഫ്റ്റാണ്. നല്ല മികച്ച രീതിയിലുള്ള പെർഫോമൻസും ഈ ഒരു ഗിയർ ബോക്സ് തരും. ലാഗ് ഉണ്ടാവില്ല, സ്മൂത്തായിരിക്കും ഈ ഒരു ഗിയർ ബോക്സിൻ്റെ ഓപ്പറേഷൻസ്. ക്വിക്കായിട്ട് പവർ ഡെലിവറി ഈ ഒരു ഗിയർ ബോക്സ് നമുക്ക് തരുന്നുണ്ട്. അതേപോലെ തന്നെ GT-TSIയുടെ 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ, അതിൻ്റെ പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ജനറേഷനിൽ ഉണ്ടായിരുന്ന 1.6 ലിറ്റർ പോളോയ്ക്ക് ഈക്വൽ ആയിട്ടുള്ള പവർ ഡെലിവറിയാണ് നമുക്ക് ഈ 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനിൽ നിന്ന് ഡെലിവറി കിട്ടുന്നത്. അതേപോലെ തന്നെ എൻഹാൻസ്ഡ് ആക്സിലറേഷനാണ് ഇതിൻ്റെ വേറൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബെറ്റർ ഫ്യൂവൽ എക്കണോമി പഴയ വാഹനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം വന്നിട്ടുള്ളത്. നമുക്ക് എഞ്ചിൻ നോക്കി കഴിഞ്ഞാൽ അറിയാം, 1.2 ലിറ്റർ 4 സിലിണ്ടർ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടെർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനാണ്. അതുപോലെ തന്നെ അതിൻ്റെ പവർ നോക്കിക്കഴിഞ്ഞാൽ 5000 RPM 103 bhp പവറാണ് വരുന്നത്. അതേപോലെ തന്നെ ടോർക്ക് 175 ന്യൂട്ടൺ മീറ്ററാണ്. നല്ലൊരു പെർഫോമൻസ് ബേസ്ഡ് എഞ്ചിനാണ്. ട്രാൻസ്മിഷൻ വരുന്നത് 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. പെട്രോളാണ്, നമ്മൾ ഫ്യൂവൽ നേരത്തെ പറഞ്ഞു. 45 ലിറ്ററാണ് ഈ ഒരു പോളോ GT-TSIയുടെ പെട്രോൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്, ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. മൈലേജ് നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു 17 അടുത്ത് കിട്ടുന്ന രീതിയിലുള്ളൊരു സെറ്റപ്പാണ് കൊടുത്തുള്ളത്. നമുക്ക് വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1093 കിലോ, 1 ടൺ പ്ലസ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ബ്രേക്ക് സെറ്റപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഡിസ്ക്കാണ്, റിയറിൽ ഡ്രമ്മും ആണ് കൊടുത്തിട്ടുള്ളത്. സസ്പെൻഷൻ ഫ്രണ്ടിൽ മാക്ബോസൺ സ്റ്റെറ്റ് വിത്ത് സ്റ്റെബിലൈസർ ബാറാണ്. റിയറിൽ നോക്കിക്കഴിഞ്ഞാൽ സെമി ഇൻഡിപെൻഡൻറ്റ് ട്രെയിലിംഗ് ആം ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. EPS സ്റ്റിയറിംഗ് സിസ്റ്റമാണ്, ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് സിസ്റ്റമുള്ള ഒരു സ്റ്റിയറിംഗ് മെക്കാനിസമാണ് ഈ ഒരു പോളോൻ്റെ GT-TSIയിൽ
വന്നുള്ളത്. ഈ ഒരു 1.2 ലിറ്റർ എഞ്ചിൻ 77 കിലോ വാട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് പെട്രോൾ ഇഞ്ചക്ഷനും അതുപോലെ തന്നെ ടർബോ ചാർജ് എഞ്ചിനും മികച്ച കമ്പഷൻ എഫിഷ്യൻസി അതുപോലെ തന്നെ മോർ പവറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു വാഹനം ഇന്ത്യയിൽ പോളോ എന്ന് പറയുന്ന വാഹനം ഇന്ത്യയിൽ 2010 മുതൽ 2022 വരെയാണ് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത്. ഇത് വോക്സ്വാഗൻ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ മോഡലായിരുന്നു ഈ വോക്സ്വാഗൻ പോളോ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൊഡക്ഷൻ മഹാരാഷ്ട്രയിലെ പൂനെയിലെ ചകൻ പ്ലാന്റിലാണ് പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനം പോളോ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, വണ്ടി ഡ്രൈവ് ചെയ്ത ആളുകൾക്ക് കൃത്യമായി പറയാൻ പറ്റും ഇതൊരു പവർഫുൾ വെഹിക്കിളാണ്. അതേപോലെ തന്നെ സ്പോർട്ടി ലുക്കുള്ള ആക്ച്വലി ജർമ്മൻ ടെക്നോളജി മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു വെഹിക്കിളാണ്. പവർഫുള്ളാണ്, അതേപോലെ തന്നെ കംഫർട്ട് തരുന്നൊരു വാഹനമാണ്. അപ്പോൾ പോളോ GT TSI എന്ന് പറഞ്ഞ മോഡൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് വോക്സ്വാഗൻ പോളോ നിർത്തിപ്പോയെങ്കിലും നമുക്കൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഹരാൻ തരുന്ന ടൈപ്പിലുള്ളൊരു മോഡൽ തന്നെയാണ് വോക്സ്വാഗൻ്റെ GT TSI എന്ന് പറഞ്ഞ മോഡൽ. പോളോ GT TSIയിൽ ആക്സലറേഷൻ കൊടുക്കുന്ന സമയത്ത് ആ ഒരു പെർഫോമൻസ് ലെവല്, ആ ഒരു പവർ, എൻജിൻ്റെ ഒരു നോയിസ്, അതൊരു ഒന്നൊന്നര ഫീല് തന്നെയാണ്. അപ്പോൾ പോളോ GT TSI എന്ന് പറഞ്ഞാൽ ഒരു തീ ഐറ്റം തന്നെയാണ്. കണ്ടന്റുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.